എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വാസികൾ പരസ്പരം ചെയ്യേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ പ്രയോജനവും പ്രത്യേകതകളും ഫലവും ഗുണവും എല്ലാം നമുക്കറിയാം. മനുഷ്യ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ശക്തിയും സൗഖ്യവും പാപമോചനവും എപ്പോഴും സന്തോഷിക്കുവാനുമുള്ള കൃപ നൽകുന്ന ദിവ്യമായ ഔഷധമാണ് പ്രാർത്ഥന. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്, പ്രാർത്ഥന എന്നത് ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാകുന്നു. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവവുമായുള്ള ബന്ധം നിലനിർത്തുന്നതിനും ആത്മീയമായ വളർച്ച പ്രാപിക്കുന്നതിനും തിന്മകളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും നീതിയുള്ള ജീവിതം നയിക്കുന്നതിനും പ്രാർത്ഥന നമ്മെ പ്രാപ്തരാക്കുന്നു. പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളായ ദൈവമക്കൾക്ക് ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന്. മാത്രമല്ല, ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ എപ്പോഴും സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു എന്ന് തെസലോനിയക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ പറയുന്നു. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ബൈബിളിൽ നിന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ മനോഹരമായ ഒരു സംഭവം കൂടി പറയാം. ഇയ്യോബിന്റെ ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരായ തേമാന്യനായ ഏലീഫസും ശൂഹ്യനായ ബിൽദാദും നയമത്യനായ സോഫരും വന്ന് ഇയ്യോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ഇയ്യോബിനെയും ദൈവത്തെയും കുറ്റം പറഞ്ഞു. അപ്പോഴെല്ലാം യഹോവയായ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇയ്യോബ് അവരോട് സംസാരിച്ചത്. ഇത് ദൈവത്തിന് അവരോട് കോപമുണ്ടാകുവാൻ കാരണമായി. എങ്കിലും സ്നേഹനിധിയായ ദൈവം അവരുടെ പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി തേമാന്യനായ ഏലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളകളെയും 7 ആട്ടുകൊറ്റനെയും എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. അങ്ങനെ തേമാന്യനായ ഏലീഫസും ശൂഹ്യനായ ബിൽദാദും നയമത്യനായ സോഫരും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെ അനുഗ്രഹിച്ചു. ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ചവരെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെയും അനുഗ്രഹിക്കും, നമ്മെ ഇരട്ടിയായി അനുഗ്രഹിക്കും എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ
7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.